2025 എൻ്റെ വർഷമാണോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പറയാൻ. പക്ഷേ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയ വർഷമാണ് കേട്ടോ അത്. കാരണം എനിക്ക് സുംബയിൽ കൂടിയും അല്ലാതെയും ഒക്കെ കിട്ടിയ കുറേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്, അതൊരു ഭയങ്കര വലിയ കണക്ഷനായിട്ടും ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് ഉറപ്പുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയതും പല കൂട്ടുകാരെയും നല്ല രീതിയിൽ കിട്ടിയ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഇൻ്റർനാഷണൽ ട്രിപ്പും എനിക്ക് 2025 എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ നടന്നു. ഹസ്ബൻഡും ഉണ്ടായിരുന്നു, എൻ്റെ കസിൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അതൊരു 1.5 ട്രിപ്പായിരുന്നു ടു തായ്ലൻഡ്. അത് അടിച്ചു പൊളിച്ചു, ഞങ്ങൾ അവിടെ ആഘോഷിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫ്ലൈറ്റിൽ കയറുന്നതും ആ എക്സ്പീരിയൻസും അയ്യോ എനിക്ക് ആലോചിക്കാൻ വയ്യ. പിന്നെ ഞങ്ങൾ ആ നാട്ടിൽ പോയി അടിച്ച് തകർത്ത് പൊളിച്ചടുക്കിയിട്ടുള്ള ദൃശ്യങ്ങളാണിത്. പിന്നെ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് കാറ് ഡ്രൈവിങ് അറിയില്ലെങ്കിലും അതൊന്ന് ഓടിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ ഫിയർ ആയിരുന്നു അത്. പക്ഷേ അത് ഞാൻ അൺലോക്ക് ചെയ്ത് ഞാൻ എൻ്റെ ട്രൈ ചെയ്തു. അടുത്തത് ഇൻ്റർനാഷണൽ ട്രിപ്പല്ല, പക്ഷേ ഇൻ്റർനാഷണലി ഞാൻ പോയി എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പറന്നു ദുബായിലേക്ക്. അത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴും ഞാൻ ദുബായിൽ തന്നെയാണുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2025 എന്ന് പറയുന്ന ഒരുപാട് ഹാപ്പനിങ്സ് ഉള്ള ഒരു വർഷമായിരുന്നു. ദുബായിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും എനിക്ക് ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയ ഒരു വർഷമായിരുന്നു. എൻ്റെ വൈബിനൊത്ത കൂട്ടുകാരെ എനിക്ക് കിട്ടിയ, എനിക്ക് പറ്റിയ, എൻ്റെ കൂടെ തന്നെ എൻ്റെ എല്ലാ മാഡ്നസ്സിനും കൂട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ കുഞ്ഞു സുംബ എന്ന സാമ്രാജ്യം ഇവിടെ ഇങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് ഞാൻ എൻ്റെ ലൈഫ് ഈ 2025 2026 കടക്കുകയാണ്. കുറേ സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ സന്തോഷം മാത്രം എടുത്ത് 2026 നിങ്ങളെ കൂടെ ഞാൻ വരുവാണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.